ഏറിയ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ വീണ്ടും ജിമ്മിലേക്ക് പോകുന്നു ഗൈസ്. എൻ്റെ നാടിൻ്റെ ഇവിടെ അടുത്തുള്ള ജിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് പോലും ഇല്ല ജിമ്മിക്ക്. അപ്പോൾ ജിമ്മിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ജിമ്മ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. ചെറിയ PCOD, ലൈറ്റ് PCODൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജിമ്മിക്ക് പോകാൻ. അപ്പോൾ രാവിലെ തന്നെ നീച്ചിട്ടുണ്ട് കേട്ടോ. സമയം 8 മണി ആവാനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എത്ര ദിവസം പോകുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ലോട്ടസിൻ്റെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സൺസ്ക്രീൻ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾസെറ്റ് ഞാൻ മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയി നോട്ടെ ഗൈസ്. ബൈ. പോയി നമുക്ക് തരാം. ഗൈസ് നമുക്ക് സ്കൂട്ടർ എടുക്കണം. സ്കൂട്ടർ നമുക്ക് പണി തന്നു. ട്രിവാൻഡ്രം പോയി എപ്പോഴാണ് എത്തിയത് അറിയില്ല. ജിമ്മിൽ പോയി വന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കലോറി ഒന്നും കുറച്ചിട്ടില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിനി കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. വന്നത് സ്കൂട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യണം? പോയി കുളിച്ച് എൻ്റെ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ മാളു ഇങ്ങോട്ടൊന്ന് വരൂ. ഞാൻ വേർത്ത് കുളിച്ചു ഗൈസ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം. മാള് ഉറക്കത്ത് തെളിയിച്ചപ്പോഴത്തേക്ക് ഞാൻ രാവിലെ നീച്ച് ജിമ്മിൽ പോയി തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നീട് കാണാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. കുളിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് പുട്ടാണ്. പുട്ട് കഴിക്കാൻ കടലക്കറി ഉണ്ട്. ഗൈസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എനിക്ക് വേറൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇനി വേണം കുളിക്കാൻ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 11:30-12 ആ ലെവലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കണം. കുളിച്ചിട്ട് കാണാം ഗൈസ്. കുളിക്ക് കഴിഞ്ഞ് നമ്മൾ ചോറുണ്ടാൻ വേണ്ടി വന്നപ്പോൾ നോൺ വെജ് ഒന്നും കണ്ടില്ല ഗൈസ്. അപ്പോൾ ഒരു മുട്ട എടുത്തുണ്ടാക്കിയതാണ്. മാളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ മുട്ട അങ്ങനെ ജസ്റ്റ് ഉള്ളിയും പച്ചമുളകും ഉപ്പിട്ടിട്ട് മുട്ട അങ്ങനെ വറുത്തെടുത്തിട്ട് ചോറും മുരിങ്ങാ കൂട്ടാനൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ.
പിന്നെ വൈകുന്നേരം അല്ല ഒരു കുറച്ച് കഴിഞ്ഞ സമയത്ത് മാള് വന്നിട്ട് എനിക്ക് പെഡിക്യൂർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മാളു അതിന് വേണ്ടി വെള്ളമൊക്കെ ബാത്റൂമിൽ നിന്ന് എടുത്ത് സെറ്റാക്കി. ഫേസ് വാഷാണ് നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നത് കേട്ടോ. ലാക്മിയുടെ ബോഡി വാഷ് എനിക്ക് ഉണ്ട്, പക്ഷെ ഞാനത് എൻ്റെ ഒരു മറ്റേ കുറച്ച് വില കൂടിയ ബോഡി വാഷ്. അത് മാത്രമല്ല ഞാനത് മറ്റേ തരി മാറാൻ വേണ്ടി തേക്കുന്ന ബോഡി വാഷാണ്. അപ്പോൾ ഗൈസ് മാളും ഇങ്ങനെ ആക്കട്ടെ, മിക്സ് ആക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് തണുത്ത വെള്ളം ഗൈസ് നമ്മളിതിൽ കാല് മുക്കിയിട്ട് അങ്ങനെ നമ്മുടെ കാലിൽ കോഫി പൗഡറും ലെമണും ഹണിയും കൂടി തേച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളൊരു ഫിലിമിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡ്രസ്സും ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പൂമാവ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീയും ചെയ്യും. അപ്പോൾ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് കാണാം. ഞാൻ ഈ ഒരു ഷർട്ട് വിത്ത് ഒരു പാൻറ് ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ, ചിലപ്പോൾ വീണ്ടും മാറ്റും. അപ്പോൾ ഗൈസ് ഇതാണ് കിടിലൻ ഡ്രസ്സ്. അയ്യോ എന്നെ നോക്കണെങ്കിൽ ഞാൻ കട്ടുമ്പോ പോലെ കേറിക്കണം. അത് ഞാൻ ചോദിച്ചു. ഇപ്പൊ ഓക്കെ അപ്പം ഞാനിവിടെ ഇരിക്കാം, കാരണം മാളിൽ കാണാൻ ഞാൻ ക്യാമറ ഇല്ല. അപ്പം നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളിത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നു, ആക്കുന്നു. ഒരു മിനിറ്റ് നല്ല കേട്ടോ, ഷോർട്സിന് വേണ്ടി കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഓൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടുള്ളൂ. ഇപ്പോഴും സിമ്പിൾ, എല്ലാവരും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലക്കി ഭാസ്കറാണ് മൂവി കണ്ടിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. ബൈ ഗൈസ്. ഇന്ന് തിയേറ്ററിലെ വീഡിയോ பார்க்கலாம் ഗൈസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. വാ ദേവിക. അങ്ങനെ ഇങ്ങനെ എടുക്കണം. മലപ്പുറം മല്ലിക പ്ലെക്സിലാണ് ഗൈസ് പോയത്. അവിടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വന്നിട്ട് ആകെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു തിയേറ്ററാണത്. നമുക്ക് ആ പടത്തിൻ്റെ അവർ ഒരു 10 മിനിറ്റ് പുറത്ത് ഇടിപ്പിച്ചു. എല്ലാ വണ്ടി ഇടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് പോവുകയും ചെയ്തു. 10-15 മിനിറ്റ് പോയി. 5 മണിക്കാണ് കയറാൻ പറ്റിയത് 4:45 പടത്തിന്. വണ്ടി എടുക്കാൻ പറ്റില്ല, അതാണ് ഇപ്പോൾ പറയും പുതിയതായിട്ട് കിട്ടിയ ന്യൂസ്. നമ്മൾ കാണാൻ പഴയതാ ലക്കി ഭാസ്കർ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പടം ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഒന്നെങ്കിലും കുഴപ്പമില്ല. ഈ ഫിലിം കാണാൻ റെക്കമെൻഡ് ചെയ്യാൻ എന്തായാലും അല്ലേ നമ്മൾ, കാരണം നല്ലൊരു സാധനം മേടിച്ചിട്ട്. പോപ്കോൺ കഴിഞ്ഞോ? 2 എണ്ണമായിരുന്നു. പോപ്കോൺ ഉണ്ടായിരുന്നു. ഇത് വാങ്ങണേക്കാൾ ചീറ്റോസ് വാങ്ങാൻ.
വെള്ളം കുടിക്കാനാ? വെള്ളം വേണോ? ചീറ്റോസോ? ചീറ്റോസ് ഉണ്ടെന്നോടെ? അത് ചീറ്റോസ് അല്ല, ഏതായിരുന്നു? ചീസ് ബോൾസ് ആണ്. അതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് വണ്ടയ്ക്ക് പോകുമ്പോൾ ഞാൻ അവിടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 100 കോടി വന്നാൽ അമ്മ എന്താ ചെയ്യും? പകുതി പാവങ്ങൾക്ക് കൊടുക്കും. 50 കോടി അമ്മ പാവങ്ങൾക്ക് കൊടുക്കുമോ? എന്നാ ഞാനാണ് പാവം. ആയിക്കോട്ടെ, നീ പാവാണെങ്കിൽ അച്ഛന് കൊടുക്കതാ? കൊടുക്കണത് വൃദ്ധജനങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യം. അതിനൊക്കെ അമ്മ ലക്ഷങ്ങളല്ലേ കൊടുക്കുള്ളൂ, അപ്പോഴും ബാക്കിയാണ്. 1 കോടി പറഞ്ഞാൽ 100 ലക്ഷം അല്ലേ? അവർ സന്തോഷത്തോടെ ജീവിക്കും. ഞാൻ പറയട്ടെ, 100 സോഫ ഇഷ്ടമായോ? ഞങ്ങള് ഇന്ന് ചാരണ സോഫയിലാണ് ഇരുന്നത് ഇപ്രാവശ്യം. അല്ല ഇയാളെ നോക്കേ, അതിലാളെ പോലെ അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. ഷോപ്പ് ജ്യൂസി ആണ് ഷോപ്പിൻ്റെ പേര്. ജ്യൂസി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. നമ്മളെന്തായാലും മലപ്പുറം റോട്ടിൽ പ്രീതിയുടെ ഓപ്പോസിറ്റ്, മലപ്പുറം കോഴിക്കോട് റോട്ടിൽ എല്ലാവർക്കും ഒരുവിധം അറിയുണ്ടാവും. ഞാനൊരു ആപ്പിൾ ഷേക്കും അവളെ ചിക്കും, പിന്നെ ഞങ്ങളൊരു ചീസ് സാൻഡ്വിച്ചൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങോട്ട് പോകാം ഗൈസ്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന മൂവിയാണ് നമ്മളിപ്പോൾ കണ്ടിറങ്ങിയത്. അപ്പോൾ കിഡിലും പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡിലും പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടം. എന്താ പറയുക, ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു നല്ലൊരു പടം ബോഗൻവില്ല ബോഗൻവില്ല കണ്ടാൽ ബോഗൻവില്ല എനിക്ക് ഓക്കെ ആയിരുന്നു. കഴിഞ്ഞിട്ട് ലക്കി ഭാസ്കർ, അതായത് ദുൽഖറിൻ്റെ ഒരു ആക്ടിങ് ഒക്കെ നല്ല അടിപൊളി. ദുൽഖർ കിങ് ഓഫ് കൊത്ത് അറിയില്ലല്ലോ, ഞാൻ കിങ് ഓഫ് കൊത്ത കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പൊതുവേ ദുൽഖറിൻ്റെ ആക്ടിങ്ങിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു പടമായിരുന്നു ലക്കി ഭാസ്കർ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത എല്ലാം ട്വിസ്റ്റാണ് മൂവി. ഇനിയിപ്പോൾ എന്തായാലും മൂവി മൊത്തം പറയുന്നില്ല. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണല്ലേ മാളു? എനിക്കല്ല ഇഷ്ടമായി. ആപ്പിളാണ് പറഞ്ഞത്, ആപ്പിൾ. ഞാൻ പിന്നെ വേറെ സാധനം, എനിക്കൊരു ക്ലബ് സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്ലബ് ഇല്ല, ഒന്നാണ്. എന്താ അങ്ങനെ? കാണില്ല, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് നോക്കാം. അത്ര ഇഷ്ടപ്പെട്ടു. ഡൊണാൾഡ് ഫാനൊന്നുമല്ല ഞാൻ. മിസ് 10 മിനിറ്റ് എടുക്കുന്ന തോന്നണം, അവരങ്ങനെ പറഞ്ഞു. ഇല്ല, ചോദിച്ചിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല ഡോണറ്റ്. ഇല്ല അല്ലേ? ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. പ്രത്യേകിച്ചൊന്നും നടക്കാനും പോകില്ല. ഇനിയിപ്പോൾ ഈ മേടിച്ചൊക്കെ കുടിച്ച് വേണമെങ്കിൽ ക്ലബ് സാൻഡ്വിച്ച് ആണെന്ന് കാണിച്ചില്ല ഗൈസ്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യും. പടം ചൂടായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ല. ബൈ, ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മളിനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.